ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ അത്ഭുത അധികാര ശക്തി ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ ഉറക്കെ സ്തുതിക്കുകയാണ്. ഈ സമയത്ത് ഓരോ സമൂഹങ്ങളെയും ഓരോ കുടുംബങ്ങളെയും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി വഴിയുള്ള വിടുതലിനായി സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ സാത്താൻ വിട്ടുപോകുന്നു. യേശുവിൻ്റെ രക്തത്താൽ രോഗത്തിൻ്റെ ആധിപത്യം തകരുന്നു. യേശുവിൻ്റെ രക്തത്താൽ കടബാധ്യതകൾ മാറുന്നു. യേശുവിൻ്റെ രക്തത്താൽ പാരമ്പര്യ ബന്ധനങ്ങൾ അഴിയുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. യേശുവേ, ആരാധന. എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, അത്ഭുത രക്തം, പവർ, പവർ. യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, അങ്ങയുടെ നാമത്തിൽ തിരു രക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ സമൂഹങ്ങളിൽ നിന്ന് ക്ഷീണങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചികതകൾ യേശുവിന്റെ രക്തത്താൽ വിട്ടുമാറി പോകട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. യേശുവേ, 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 യേശുവേ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ വലിയ ഉണർവോടെ രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. അത്ഭുത വിടുതൽ മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. പാരമ്പര്യ ബന്ധനങ്ങൾ തകരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. രക്തം, രക്തം, ഗ്ലോറി, ഗ്ലോറി. യേശുവിൻ രക്തം, പവർ, പവർ. മോചനമേകും വിടുതൽ, യേശുവിൻ രക്തം, അത്ഭുത ശക്തി. രക്തം, രക്തം, യേശുവേ, 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 യേശുവേ. യേശുവിൻ രക്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. ഇതാ കാലങ്ങളായുള്ള സാത്താന്യ പീഡകൾ ഇപ്പോൾ ഛിന്ന ഭിന്നമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, പാരമ്പര്യ ബന്ധനങ്ങൾ, കുടുംബങ്ങളിൽ തലമുറകളായുള്ള തടസ്സങ്ങൾ, ഓരോ അനർത്ഥങ്ങൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളെയും കുടുംബാംഗങ്ങളെയും ശല്യപ്പെടുത്തുന്ന വിപരീത ശക്തികൾ, ദുർബാധകൾ, ദുർഭൂതങ്ങൾ, ദുർശക്തികൾ, രോഗങ്ങൾ, ആധിപത്യങ്ങൾ, അനർത്ഥങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കൃപയുടെ അഭിഷേകം നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, ദൈവത്തിന്റെ വലിയ വചനാഭിഷേകം നിറയട്ടെ, സാന്നിധ്യം ഉണ്ടാകട്ടെ. കുടുംബങ്ങൾ അത്ഭുത ശക്തിയാൽ പൂരിതമാകട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ മണ്ഡലം ദൈവികമായ അധികാരത്തിൻ്റെ മണ്ഡലമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ യേശുവിൻ്റെ അരികിൽ വന്നിരുന്ന പല തരത്തിലുള്ള ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടിരുന്നവരുടെ മേൽ ഈ ആത്മീയ അധികാരത്തെ യേശു ഉപയോഗിച്ച് ഈ ആത്മീയ അധികാരം കൊണ്ട് അവർക്ക് വിടുതൽ കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം തിരുലിഖിതം. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈശോ ഏതാനും ശിഷ്യന്മാരോട് കൂടെ ഒരു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതാ താഴ്വാരത്തുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ചുറ്റും വലിയൊരു ജനക്കൂട്ടം. അവർ തിക്കും തിരക്കും കൂട്ടുകയും ശിഷ്യന്മാരോട് തർക്കിക്കുകയും ചെയ്യുന്നു. ഈശോയെ കണ്ടപ്പോൾ ജനക്കൂട്ടമെല്ലാം അവൻ്റെ അടുത്തേക്ക് എത്തി. ഒരു കുട്ടിയുമായൊരു അപ്പൻ അവിടെ വന്നിട്ടുണ്ട്. ആ അപ്പൻ പറഞ്ഞു, ഗുരു, ഇവനെ ഒരു ദുരാത്മാവ് ബാധിച്ചിരിക്കുകയാണ്, ഇവനെ തള്ളിയിടുകയാണ്, പ്രശ്നങ്ങളുണ്ട്, നിന്റെ ശിഷ്യന്മാരോട് സുഖപ്പെടുത്താൻ പറഞ്ഞു, അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ഈശോയുടെ ആ ദുഃഖം പറയണം. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് ചെയ്തു തരണേ. ഇങ്ങനെ ഈശോയോട് ആ കുട്ടിയുടെ അപ്പൻ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഈശോ പറഞ്ഞു, കഴിയുമെങ്കിലോ. അതിനുശേഷം ആ കുട്ടിയുടെ അരികിലേക്ക് ഈശോ നടന്നു നീങ്ങി. ഈശോ തന്നിലുണ്ടായിരുന്ന ആത്മീയ അധികാരം അവിടെ ഉപയോഗിക്കുന്നതാണ്. തുടർന്ന് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനെ പ്രവേശിക്കരുത്. തൽക്ഷണം അത് അവനെ ശക്തിയായി തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയി. ബാലൻ മരിച്ചവനെ പോലെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിലുണ്ടായിരുന്ന ഈ അധികാരം ഈശോ വേദനിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ബാലനെ വിട്ട് പുറത്തു പോവുക, മേലിൽ ഇവനെ പ്രവേശിക്കരുത്. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താ? അധികാരത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയോട് ഇടപെടുന്നത് പോലെ ഇടപെടുന്ന ഒരു രംഗമല്ലേ തിരുലിഖിതത്തിൽ നമ്മൾ കാണുന്നത്. വചനം പഠിപ്പിക്കുകയാണ്, യേശു ആ അശുദ്ധാത്മാവിനെ ശകാരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയത ഒരു അധികാരമാണ്. അവിടെ ഒരു അധികാരമുണ്ട്. അവിടെ പല ശക്തികളുടെ മേലും അധികാരമുണ്ട്. ആ അധികാരം ഈശോ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഈശോ ഈ അധികാരം ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ പിശാചിന്റെ മേൽ അധികാരം ഉണ്ടായിരുന്ന പോലെ, രോഗത്തിന്റെ മേൽ അധികാരം ഉണ്ടായിരുന്ന പോലെ, ആ അധികാരങ്ങൾ ഇതാ സ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്തു, സഭയ്ക്ക് പകർന്നു കൊടുത്തു. ഇന്നും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ അധികാരങ്ങൾ ഇന്നും സഭ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സഭയിൽ ഒരു ശുശ്രൂഷകൻ, അത് ഒരു വൈദികനാകട്ടെ, ഒരു സിസ്റ്ററാകട്ടെ, ഒരു ആത്മായ ശുശ്രൂഷകനാകട്ടെ, സഭയിൽ ഒരു ശുശ്രൂഷകൻ യേശുവിന്റെ നാമത്തിൽ ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരെ ദൈവികമായൊരു ഒരു ശക്തി വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്റെ പേര് മിഥുന, ഞാൻ കരുവാരുകുണ്ടിൽ നിന്നും വരുന്നു. കേരളത്തിലുള്ള കരുവാരുകുണ്ട്, കാളികാവ് കരുവാരുകുണ്ട് പ്രദേശം, മലബാർ പ്രദേശത്തെ ഒരു ഇടവകയിൽ നിന്ന് മിഥുന എന്ന കുട്ടി ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി അട്ടപ്പാടിയിലുള്ള താവളം സജീവൻ ധ്യാന കേന്ദ്രത്തിൽ ഈ അൾത്താരയിൽ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 20 വർഷത്തോളമായി അമ്മയ്ക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. വെയിൽ കൊള്ളുവാനോ ദൂരെ യാത്ര ചെയ്യുവാനോ അമ്മയ്ക്ക് പറ്റുമായിരുന്നില്ല. എത്ര വർഷമായിട്ടുള്ളത്? അത് 20 വർഷം. 20 വർഷമായി ഈ ഒരു പ്രയാസത്തിൽ അമ്മച്ചി വേദനിക്കുകയാണ്. 20 വർഷം വെയിൽ കൊള്ളാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ വെയിൽ കൊണ്ടാൽ എന്താ കുഴപ്പം വരണത്? തലവേദന വരും. കഠിനമായ തലവേദന അന്ന് വന്ന് അങ്ങനെ വിഷമിക്ക് കുടുംബത്തിൽ. അത് 20 വർഷമായി അമ്മ വേദനിക്കുക, ബുദ്ധിമുട്ടുകായിരുന്നു. മാത്രമല്ല അമ്മയ്ക്ക് 8 മണിയുടെ മുന്നേ കുളിക്കുകയും വേണം. രാവിലെയാണോ വൈകുന്നേരമാണോ? രാവിലെ 8 മണിക്ക് മുമ്പ്. വെയിൽ ഉറച്ച സൂര്യൻ ഉദച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരുപാട് കാലം മരുന്നും കണ്ണടയും എല്ലാം ഉപയോഗിച്ചു. പക്ഷെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ അമ്മായി പറഞ്ഞതനുസരിച്ച്
2010 നവംബർ 5 ആദ്യ വെള്ളിയാഴ്ചയിലെ ഏകദിന ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തത്. ഇത് എവിടെയായിരുന്നു? കരുവാരകുണ്ടിലാണോ അട്ടപ്പാടിയിലാണോ എവിടെയായിരുന്നത്? അട്ടപ്പാടിയിലുള്ള താവളം സെഗിയോൻ ധ്യാന കേന്ദ്രത്തില് ഈ കുടുംബം ആദ്യ വെള്ളിയാഴ്ച ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് വന്ന് പങ്കുചേർന്ന്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു അമ്മായിയുടെ മേൽ കൃപയുടെ ഒരു ആത്മാവ്, വിശ്വാസത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മായി പറഞ്ഞു, നിങ്ങളിങ്ങനെ 20 വർഷം ട്രീറ്റ് ചെയ്തതല്ലേ, 20 വർഷം മരുന്ന് കഴിച്ചതല്ലേ, 20 വർഷം കണ്ണട വെച്ചല്ലേ, ഇനി ഒന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് പോയിക്കൂടെ? അപ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഇടപെടലായി. അങ്ങനെ കുടുംബം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന്. എന്നിട്ടോ അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ആരാധനയിൽ സ്റ്റേജിൽ നിന്നും അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു, 40 പേരുടെ തലവേദന കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു, അതിലൊരാൾ എൻ്റെ അമ്മയായിരിക്കണമേ എന്ന്. ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസവും തലവേദനയും അതേ തുടർന്ന് ഛർദി ഉണ്ടാവുന്ന അമ്മയ്ക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നീട് തലവേദന ഉണ്ടായിട്ടില്ല. അന്ന് തൊട്ട് ആ രോഗം അങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ അത് മാറിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? 2-3 മാസമൊക്കെ ആയോ? എത്ര നാളായിട്ടുണ്ടാവും? എന്നാ സംഭവം? ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷത്തിന് മുകളിൽ. 2010 11 2010 നവംബർ 5 തീയതി. 2010 നവംബർ 5 ശേഷം പിന്നെ ഇങ്ങോട്ട് ഒരൊറ്റ ദിവസം പോലും ആ രോഗം ആ മകളെ ഉപദ്രവിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ടില്ല. അത് വിട്ടൊഴിഞ്ഞങ്ങോട്ട് പോയി. രോഗത്തെ ശ്വാസിച്ച് ബന്ധിക്കുമ്പം അത് ഇറങ്ങി അങ്ങോട്ട് ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. അന്ന് സ്റ്റേജിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി, തലവേദനയുള്ള 40 വ്യക്തികളിൽ നിന്ന് ഇതാ തലവേദന വിട്ടുമാറിപ്പോകുന്നു. ആ സമയത്ത് ഇവർ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരാൾ എൻ്റെ കുടുംബമായി, എൻ്റെ അമ്മച്ചിയായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു. അതേപോലെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. 2010 നവംബർ 5 ശേഷം ഇന്ന് വരെ ആ കുടുംബത്തിലേക്ക് ഇവന് ഈ തലവേദന വന്ന് ആ സഹോദരിയെ അലട്ടിയിട്ടില്ല. നോക്കുക, ഇത്രയും വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു, അത് വിട്ടുമാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. രോഗത്തെ ശാസിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആരെയാണ് ശാസിക്കുന്നത്? അധികാരത്തിൻ കീഴുള്ളവരെയാണ് ശാസിക്കാൻ പറ്റുക. അപ്പോൾ രോഗം ഒരു ആത്മീയ ശുശ്രൂഷകന്റെ അധികാരത്തിന് കീഴുള്ള ഒരു സംഗതിയായിട്ട് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഈശോ രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വരെ നാം ചെയ്തുകൊണ്ടിരുന്നത് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ തിരുലിഖിതങ്ങളിൽ മറ്റൊരു രീതി കൂടി നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രോഗത്തെ ശാസിക്കുക. ക്യാൻസർ രോഗത്തെ ശാസിക്കണം, ആസ്മയെ ശാസിക്കണം, മൈഗ്രെയിൻ തലവേദനയെ ശാസിക്കണം, കരൾ രോഗത്തെ ശാസിക്കണം. രോഗത്തെ ശാസിക്കുക ഒരു രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ പ്രാർത്ഥിക്കുക, അതൊരു രീതിയാണ്. അതുപോലെ ആത്മീയ മണ്ഡലത്തിലുള്ള മറ്റൊരു രീതിയാണ് രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. അനുസരിച്ച് ഇറങ്ങിപ്പോകും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് വൈദികരെ പോലെ തന്നെ സഭയിലെ ആത്മായ ശുശ്രൂഷകർക്ക് ചെയ്യാം. ഇത് സഭയിലുള്ള സിസ്റ്റർമാർക്കും വിശ്വാസത്തോടെ ചെയ്യാം, സംഭവിക്കും. ഇതാ മറ്റൊരു അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സഭയിൽ ഒരു സിസ്റ്റർ സംസാര തടസ്സം ഉണ്ടായിരുന്ന ഒരാളുടെ മേൽ തൈലം പൂശി യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തോട് കൽപ്പിച്ചു. ആ തടസ്സം മാറി, വിടുതലുണ്ടായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങൾ നിലമ്പൂരിനടുത്ത് തലഞ്ഞി ഇടവകയിൽ നിന്നുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഡോക്ടർ സജി ഡെൻറ്റിസ്റ്റായിട്ട് ചുങ്കത്തറ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ബെറ്റി. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. ആൻമേരി, അലൻ, എബിൻ. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾക്കും സെഹിയോൻ ശുശ്രൂഷയിലൂടെ കൈവന്ന വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ ചെറിയ മോന് എബിൻ, ഇവന് 4 വയസ്സ് കഴിഞ്ഞ സമയത്ത് 2007 4 വയസ്സ് കഴിഞ്ഞ കുട്ടി ഏതാനും വാക്കുകളും അതുപോലെ ബാക്കി ആംഗ്യഭാഷയുമായിട്ട് സംസാരത്തിൽ തികച്ചും തടസ്സമുണ്ടായിരുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് സിഹിയോനിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങളുടെ സുഹൃത്തിൻ്റെ പ്രേരണയിലാണ് ഞങ്ങളിങ്ങോട്ട് എത്തിയത്. അന്ന് ഒരു 2007 നവംബർ ആദ്യ വെള്ളിയാഴ്ച ഞങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അതിനുശേഷം ഇവിടുത്തെ ഒരു കൗൺസിലർ സിസ്റ്റർ എബിൻ്റെ വായിലും ചെവിയിലും തൈലം പൂശി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ മടങ്ങിപ്പോയി. അതിന് ശേഷമാണ് അവന് ക്ലിയറായിട്ടും സ്പീച്ചിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, പ്രകടമായിട്ടൊരു വ്യത്യാസം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഗ്രാജുവലായിട്ട് അവൻ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ സംസാരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ശുശ്രൂഷ ജീവിതത്തിൽ
രോഗത്തെ ശാസിക്കുന്നു, രോഗത്തോട് അധികാരത്തോടെ കൽപ്പിക്കുന്നു. ഈ രീതി നാം പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ 13 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ജന്മനാ കൈ ശോഷിച്ച് ചുരുണ്ടുപോയ ഒരു മനുഷ്യൻ ഇതാ ഈശോയുടെ മുമ്പിൽ വന്ന് പെടുകയാണ്. ആ മനുഷ്യനോട് ഈശോ ഇതാ തൻ്റെ ആത്മീയ അധികാരം ഉപയോഗിച്ച് സംസാരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 13-ാം തിരുലിഖിതം. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ അത് സൗഖ്യം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. പ്രൈസ് ദി ലോർഡ്. ജന്മന കൈ ശോഷിച്ച് ചുരുണ്ടുപോയി, ഇനി ഇത് ആർക്കും സുഖപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് വേദനിച്ചിരുന്ന മനുഷ്യൻ ഈശോ ഈ അധികാരത്തോടെ രോഗത്തോട് പറഞ്ഞു. ആ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈശോ അധികാരത്തോടെ സംസാരിച്ചു, കൈ നീട്ടുക. ഉടനെ ആ കൈ നിവർന്ന് മറ്റേ കൈ പോലെ പ്രവർത്തനക്ഷമമായി. ഈശോയുടെ ശിഷ്യന്മാരിലൂടെ ഇന്നും ഇത് സംഭവിക്കും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം എഴുതി തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് അനു, വീട് കോട്ടയം ജില്ലയിലെ കുന്നോന്നി എന്ന സ്ഥലത്താണ്. എൻ്റെ മകൻ ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ വയറ്റിൽ നിന്നും മലം വെളിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. 2-3 ദിവസങ്ങൾ കൂടുമ്പോൾ സോപ്പ് വെച്ചാണ് അല്പമെങ്കിലും മലം വെളിക്ക് പോയിരുന്നത്. ഹോമിയോപ്പതി, ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദ ചികിത്സകൾ, ഇങ്ങനെ നിരവധി വിധത്തിലുള്ള ചികിത്സാ രീതികൾ ഞങ്ങൾ കുട്ടിയുടെ സൗഖ്യത്തിന് വേണ്ടി ചെയ്തെങ്കിലും അവന് സൗഖ്യം ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2010 ഡിസംബറിൽ ഭരണങ്ങാനത്ത് വെച്ച് നടന്ന കൺവെൻഷനോടനുബന്ധിച്ച് തൈലാഭിഷേക പ്രാർത്ഥനകളിൽ ഞങ്ങൾ കുട്ടിയുമായി ചെന്ന് പങ്കുചേർന്നത്. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷകൻ ഈശോയുടെ നാമത്തിൽ രോഗത്തെ ശാസിച്ച് കുരിശിൻ്റെ അടയാളം വരച്ചു. പിറ്റേ ദിവസം മുതൽ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് സോപ്പ് വെക്കാതെ സാധാരണ മനുഷ്യന്മാർ കക്കൂസിൽ പോകുന്നത് പോലെ നല്ല ശോധനയുണ്ടായി. ഇപ്പോൾ 1 വർഷമായി അവന് യാതൊരു കുഴപ്പവുമില്ല, അവൻ സൗഖ്യമുള്ളവനായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ ശുശ്രൂഷകൻ ഒരു രോഗത്തോട് വന്നപ്പോൾ രോഗത്തിന് മേൽ അധികാരം ഉപയോഗിച്ച് കൽപ്പിച്ചു. രോഗം അനുസരിച്ച് ഇറങ്ങി അങ്ങോട്ട് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ പ്രാർത്ഥിക്കുക എന്നതുപോലെ തന്നെയുള്ള മറ്റൊരു ആത്മീയ രീതിയാണ് രോഗം വരുമ്പോൾ രോഗത്തെ ശാസിക്കുക. അതനുസരിക്കും. നമുക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കാലങ്ങളായി കുടുംബങ്ങളിലെ പല തിന്മകൾ, ശരീരത്തിലുള്ള പല രോഗങ്ങൾ, പലതരത്തിലുള്ള ഭാരങ്ങൾ, ദുഃഖങ്ങൾ, അന്ധകാരങ്ങൾ, ദുർസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, ഇവയുടെ മേലെല്ലാം ആത്മീയ മേഖലകളിൽ അധികാരമുണ്ട്. ശാസിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് അത് വിട്ടൊഴിഞ്ഞ് പോകാൻ തക്കവണ്ണം അത് ആത്മീയ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അത് യേശു നാമത്തിൻ്റെ അത്ഭുത ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിക്ക് അത് കീഴ്പ്പെട്ടിരിക്കുന്നു. ഭയപ്പെടരുത്. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പോരാ, സ്വരമുയരട്ടെ. കുഞ്ഞുങ്ങൾ കൈകൾ ഉയർത്തി സ്തുതിക്കുക. യുവതിവാക്കന്മാർ വിശ്വാസത്തോടെ സ്തുതിക്കുക. കുടുംബം മുഴുവനും, സമൂഹം മുഴുവനും വലിയ സ്വരത്തിൽ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം സമൂഹത്തിലെ രോഗികളുടെ മേൽ യേശുവിൻ്റെ രക്തത്തിന് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. സമൂഹത്തിലുള്ള ഓരോ തരത്തിലുള്ള മാരക വ്യാധികളും യേശുവിൻ്റെ രക്തത്താൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ, വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തക്കോട്ട എനിക്ക് എന്നും അടുത്തു എത്തണമേ യേശുവേ. ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി വലിയ വിശ്വാസത്തോടെ ഉണർവോടെ രക്തക്കോട്ട എനിക്ക് ചുറ്റും അടുത്തു എത്തണമേ. ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി രോഗങ്ങൾ, രോഗത്തിന്റെ ആധിപത്യങ്ങൾ ചിഹ്നമായി പോകട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. നാമത്തിൽ വിട്ടുപോകട്ടെ. സൗഖ്യത്തെ ശക്തി കൽപ്പിക്കുന്നു. മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. നാമത്തിൽ വിട്ടുപോകട്ടെ. മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. യേശുവേ, 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 യേശുവേ. കൈകൾ അടിച്ച് ശക്തി, മോചനമേകും സൗഖ്യം, യേശുവിൻ രക്തം, വിടുതൽ, വിടുതൽ. രക്തം, യേശുവിൻ രക്തം, മോചനമേകും യേശുവിൻ രക്തം,
ഹല്ലേലൂയ 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 ഹല ഹല ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. അത്ഭുതങ്ങളുടെ സമയം. യേശുവിന്റെ നാമത്തിൽ വിടുതൽ. യേശുവേ, കുടുംബങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കാലങ്ങളായുള്ള രോഗത്തിന് ബന്ധനം കിടക്കുന്നവരെ യേശു നാമത്തിൽ ശാസിക്കുന്നു. രോഗങ്ങളും രോഗപീഠകളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, പകർച്ചവ്യാധികൾ തീരാവ്യാധികൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്യാൻസർ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, മഞ്ഞപ്പിത്തത്തിന് അണുക്കൾ യേശു നാമത്തിൽ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടിറക്കി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ 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 ആരാധന ആരാധന. രോഗമുള്ളവർ രോഗമുള്ള മേഖലകളിൽ കൈകൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മാരക വ്യാധികളുള്ളവർ യേശു നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. സമീപത്ത് നിൽക്കുന്നവർ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരുടെ മേൽ കൈകൾ വെച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. യേശു നാമത്തിൽ സൗഖ്യങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. രോഗങ്ങൾ മാറട്ടെ, വ്യാധികൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. ഇപ്പോൾ തന്നെ യേശു നാമത്തിൽ സംഭവിക്കട്ടെ. ഗ്ലോറി ഗ്ലോറി. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. കുട്ടികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്നിരിക്കുന്നവർ യേശു നാമത്തിൽ എഴുന്നേൽക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ രോഗപീഠകളെ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ ദൈവമക്കളുടെ ശരീരങ്ങളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുക, വിട്ടുപോവുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിൻ്റെ തിരുസന്നിധിയിൽ പ്രിയ ദൈവമക്കളെ, ഏതവസ്ഥയിലാണെങ്കിലും അവിടുത്തെ ഉന്നതമായ നാമം വിളിക്കുമെങ്കിൽ സ്വർഗത്തിൻ്റെ അത്ഭുതമായ ഇടപെടൽ അവിടെയുണ്ട്. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവിൻ്റെ അത്യുന്നത നാമത്തെ എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ